ഹലോ! ഹെൽമി ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ചേച്ചി എന്താണ് ചിരിച്ചോണ്ടൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ ഇരിക്കുന്നേന്ന്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ വ്ളോഗിൽ പലരുടെയും കമന്റ് കണ്ടിട്ട് എനിക്ക് ചിരി സഹിക്കാൻ വയ്യായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു വ്ളോഗ് ഇട്ട് കഴിഞ്ഞാല് ഞങ്ങളെ പോലുള്ള എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ ആയിരിക്കാം. കമന്റ്സ് എന്നാ ചിലര് കാണും കേട്ടോ, കമന്റ്സ് ഒന്നും നോക്കാതെ ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കും, കമന്റ്സിന് റിപ്ലൈ തരാത്തവരും കാണുമായിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ജോസാനാണെങ്കിലും ഇങ്ങനെ കമന്റ് നോക്കിയിരിക്കും കേട്ടോ. ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ എത്ര ടെൻഷൻ ആണെങ്കിലും അറിയാതെ അങ്ങ് ചിരിച്ചു പോകും. അങ്ങനെയുള്ള ചില കമന്റ്സും കഴിഞ്ഞ വ്ളോഗിലുണ്ടായിരുന്നു. അപ്പോ ഇതുണ്ടല്ലോ, ഇടയ്ക്ക് പറഞ്ഞു പോവാം, ഇത് തവിടെണ്ണയാണ്. ഇപ്പൊ കുക്കിങ്ങിന് കൂടുതലും തവിടെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് മുട്ടക്കറിക്കൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയും ഞാൻ യൂസ് ചെയ്യാറുണ്ട്, തവിടെണ്ണയും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പോ രാവിലെ ദോശയും മുട്ടക്കറിയും, ചിലരെങ്കിലും ചിന്തിക്കും ദോശയ്ക്ക് മുട്ടക്കറി കോമ്പിനേഷൻ ആണോ എന്ന്. ഇവിടെ ഇങ്ങനെ കോമ്പിനേഷൻ ഒന്നും നോക്കാറില്ലെന്നേ. കൈ കിട്ടുന്ന എന്താണ് പണ്ടുള്ളവര് പറയത്തില്ലേ, കടിച്ചാ തിരിച്ചു കടിക്കാത്ത എന്തും കഴിച്ച് ശീലിക്കണം എന്നൊക്കെ പിള്ളേരുടെ അടുത്തൊക്കെ പറഞ്ഞു പഠിപ്പിക്കുമായിരുന്നു. ആ ഒരു രീതിയാണ് ഇവിടെ. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യം ഇനി ഇടയ്ക്ക് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഞാനിവിടെ സ്പൈസസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് തന്നെ അറിയില്ല എത്ര ബാച്ച് പട്ട എടുത്തെന്ന് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് അധികം സെയിൽ ആകില്ലെന്ന്, കാരണം അത്യാവശ്യം റേറ്റ് ഉണ്ടല്ലോ. പക്ഷെ ഒറിജിനൽ സാധനത്തിന് ആളുകൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ കുറേ ബാച്ച് ഞാൻ എടുത്തു. നല്ല പട്ടയാണ്. ഞാൻ മറ്റേ സാധാ പട്ട എടുത്തായിരുന്നു, കാരണം റേറ്റ് കുറവുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഒറ്റ മനുഷ്യര് പോലും ആ പട്ട ഇതുവരെ മേടിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോ അത് എടുക്കുന്നുമില്ല. ഒറിജിനൽ പട്ട തീരുമ്പോൾ ഓരോ കിലോ വെച്ച് എടുക്കത്തുള്ളൂ കേട്ടോ. കാരണം ഫ്രഷ് ആയിട്ടുള്ളത് ഏത് സാധനവും ഞാൻ ഇവിടുന്ന് ഫ്രഷ് ആയിട്ടാണ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ചിയ സീഡൊക്കെ 1/2 കിലോ 1 കിലോ വെച്ച് എടുക്കാറുള്ളൂ. അതുപോലെ സൺഫ്ലവർ സീഡ്, വാൾനട്ട് ആയാലും അത്തിപ്പഴമായാലും, അത്തിപ്പഴമൊക്കെ 1/2 കിലോ വെച്ചേ എടുക്കാറുള്ളൂ. അത് തീർന്നിട്ടേ അടുത്ത് എടുക്കാറുള്ളൂ. കാരണം വെറുതെ എടുത്ത് വെച്ചിട്ട് പഴകിയത് നിങ്ങൾക്ക് തരണ്ടല്ലോ. ചില സാധനങ്ങൾ ഓർഡർ തന്നതിന് ശേഷമായിരിക്കും, കാഷ്യൂനട്ട്, ആൽമണ്ട്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഓർഡർ തന്നതിന് ശേഷമായിരിക്കും ഞാൻ എടുക്കുന്നത്. ചാമയാണെങ്കിലും അധികം ഒന്നും എടുത്ത് വെക്കാറില്ല. ഇപ്പം പുതിയതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ഓരോരുത്തരും ആവശ്യങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഞാൻ എടുക്കുന്നതും പിന്നെ നമ്മുടെ ലിസ്റ്റിൽ കയറ്റുന്നതും. അങ്ങനെ ഒരു സംഭവം ഉടനെ നമ്മുടെ ലിസ്റ്റിൽ വരുന്നുണ്ട്. അതായത് ഗ്രേപ്സ്, ബ്ലാക്ക് റൈസിൻസ്. നല്ല അഭിപ്രായമാണ് കൊടുത്തിട്ട് കിട്ടിയത്. കാരണം സ്ഥിരമായിട്ട് ആമസോണിൽ നിന്നും മേടിക്കുന്ന കസ്റ്റമർ ആയിരുന്നു. ഒട്ടും ഇത്രയും ക്വാളിറ്റി സാധനം കിട്ടിയിട്ടില്ല ബെൻസി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഇനി അത് നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യണം. ഏലക്കായെ കുറിച്ച് ചിലര് മെസ്സേജ് ഇട്ട് എനിക്ക് ചോദിക്കുന്നതാണ്, ഏലക്ക വലുതാണോ ചെറുതാണോ എത്രയുണ്ടെന്ന്. ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഫോട്ടോയില്. കാരണം അതില് സൂം ചെയ്തെടുക്കുമ്പോൾ അതിന് വലിപ്പം കൂടുതലായിരിക്കാം, നോർമലായിട്ട് എടുക്കുമ്പോൾ വലിപ്പം കുറച്ച് തോന്നിക്കാം. അപ്പൊ വീഡിയോയിൽ കുറേം കൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടായിരിക്കും. അത്യാവശ്യം വലിപ്പമുള്ള ഏലക്കയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഏലക്ക മേടിച്ചവർക്കറിയാം. ചില പാച്ച് ഇതിനേക്കാളും വലിപ്പമുള്ളത് വരാറുണ്ട് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. ഇതുവരെ ഒറ്റ വ്യക്തി പോലും മോശം പറഞ്ഞിട്ടില്ല. നിറച്ച അരിയാണ്. ഞെക്കുന്ന ഉടനെ ചൊങ്ങിപ്പോന്ന ടൈപ്പ് ഒന്നുമല്ല, നിറച്ച് അരിയോട് കൂടി വരുന്ന നല്ല ക്വാളിറ്റി ഏലക്കയാണ് കേട്ടോ. നല്ല കറുത്ത അരിയാണ്. കാരണം അധികം വിളയാത്തതൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ പൊട്ട് വെള്ള അരിയൊക്കെ അകത്ത് വരുന്നത്. ഇത് നല്ല അരിയാണ്. ഇതുവരെ ആരും ദൈവകൃപയാൽ നമ്മുടെ സ്പൈസസിനെ കുറിച്ച് മോശം അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ പെരിഞ്ജീരകവും ഉണ്ട്, ഗ്രാമ്പൂ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഓരോ സാധനങ്ങളും ഇവിടെ നിന്നും എടുത്ത് ഞാൻ എൻ്റെ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത്. ഇത് എൻ്റെ കയ്യിലില്ലാത്ത പല സാധനങ്ങളും ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഓർഡർ വന്നിരുന്നു, ഞവരയരി. അപ്പം 1 കിലോയിൽ കുറച്ച് അവർ കൊടുക്കത്തില്ല. എനിക്ക് ഓർഡർ വന്നത് 1/2 കിലോയുടെ ആയിരുന്നു. അപ്പോൾ അത് 1/2 കിലോ ബാക്കിയുണ്ട്. ഞാനെടുത്ത് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ ഞവര കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ വെക്കാമെന്ന് വിചാരിക്കുന്നു. ഞവരയരി. ഇത് നമ്മുടെ കൂവപ്പൊടിയാണ്. കൂവപ്പൊടി 1/4 കിലോയുടെ പാക്കറ്റാണ് കേട്ടോ. അതും ഓരോ ആഴ്ച എനിക്ക് സ്റ്റോക്ക് എടുക്കേണ്ടി വരാറുണ്ട്. എങ്കിലും ഞാൻ ഒത്തിരി എടുത്ത് വെക്കാറില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സാധനവും കഴിവതും പുതിയത് ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇപ്പം പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തോട്ട് പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ധാരാളം പോസ്റ്റ് വഴി അയക്കുന്നുണ്ട് കേട്ടോ. ചാർജ് വളരെ കുറവാണ്. 6ഉം 7ഉം 10ഉം 15ഉം കിലോ വെച്ച്, കൂടുതലും മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, പുട്ടുപൊടികള്, അപ്പം പൊടി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിന് പുറത്തോട്ട് പോകുന്നത് കേട്ടോ. വളരെ ലാഭമാണ് പോസ്റ്റ് അയക്കുന്നത്.
അപ്പോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് എന്തേലും മനസ്സിലായോ? കുറേ നാളായിട്ട് ഞാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് സംഭവം. എന്തേലും മനസ്സിലായോ എന്തിനായിരിക്കും എന്ന്? ആദ്യം തന്നെ കണ്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടോ? പ്ലാസ്റ്റിക് ആണ് ഐറ്റം. നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ വെക്കാനാണ് കേട്ടോ. കമന്റ് ഇടണേന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ. കാരണം അത് വായിക്കുന്നത് ഒരു സന്തോഷമാണ്. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. കമന്റ് വായിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങളെ സ്നേഹിക്കാനും ഞങ്ങളെ കാത്തിരിക്കാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുണ്ടെന്നുള്ള ഒരു സന്തോഷമാണ് ആ കമന്റുകൾ വായിക്കുമ്പോൾ. കണ്ടില്ലേ ആ ചട്ടികൾ പൊക്കി വെച്ചിരിക്കുന്നത്? ഇതിനു വേണ്ടിയാണ് അത് മേടിച്ചത് കേട്ടോ. ആദ്യം സാമ്പിൾ മേടിച്ച് നോക്കിയതാണ് ഞാൻ. അതിനുശേഷം നല്ലതാണെന്ന് തോന്നിയിട്ടാണ് പിന്നീട് മേടിച്ചത് കേട്ടോ. നല്ലൊരു സംഭവമാണ്. നമ്മുടെ ഇന്റർലോക്ക് ഒന്നും ആ മണ്ണ് പിടിച്ച് നശിക്കത്തുമില്ല. നമുക്ക് അവിടെ തൂക്കാൻ പറ്റും, കഴുകാൻ പറ്റും. നല്ല യൂസ്ഫുൾ ആണ്. നിങ്ങൾ ചീരച്ചേമ്പെന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന് വിത്തില്ല. നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയുള്ള ഒരു ചേമ്പാണ്. ഞാനിത് കുറേ നാളായിട്ട് തിരക്കി നടന്നതാണ് കേട്ടോ. എനിക്ക് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ തോരൻ വെച്ചില്ല കേട്ടോ. കാരണം ഒരു തോരൻ വെക്കണമെങ്കിൽ ഇത്തിരി ഇലയൊക്കെ വേണമല്ലോ. ഇത് ഞാൻ അതിൻ്റെ തൈ മാറ്റി നട്ടപ്പോൾ നമ്മുടെ കമ്പോസ്റ്റ് ഉണ്ടല്ലോ, വീട്ടിലുണ്ടാക്കുന്ന ജൈവ കമ്പോസ്റ്റ്, ബയോബിന്നിൽ, അതിനകത്ത് എല്ലാ വേസ്റ്റുകളും ഇടുമ്പോൾ കൂട്ടത്തിൽ എങ്ങനെയോ തക്കാളിയും പോയിരുന്നു. അതിൽ നിന്നും കിളിർത്ത് വന്ന തക്കാളി തൈയാണ് കേട്ടോ. ഞാൻ നട്ടതല്ല. നമ്മുടെ കമ്പോസ്റ്റ് മണ്ണ് നിറച്ചപ്പോൾ, ചീര മാറ്റി നടാനായിട്ട് മണ്ണ് നിറച്ചപ്പോൾ അതിൽ നിന്ന് കിളിർത്ത് വന്നതാണ്. ഇനി അത് മാറ്റി നടണം. അതിനകത്ത് വേറെ എന്തൊക്കെയോ തൈ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് എന്തോ പടർന്നു പോകുന്നതാണ്. ഇതും എന്തോ പടർന്നു പോകുന്ന ഒരു തൈയാണ്. എനിക്കറിയില്ല. തക്കാളി എനിക്ക് മനസ്സിലായി, ഓമയെ മനസ്സിലായി, പപ്പായ. അപ്പോൾ ഈ തക്കാളിയെല്ലാം ഇനി മാറ്റി നടണം. ഇതാണ് ചീരച്ചേമ്പ്. ഞാൻ ഇതുവരെയും വെച്ചിട്ടില്ല കേട്ടോ. ഇതിൻ്റെ തണ്ടും ഇലയെല്ലാം തോരൻ വെക്കാം. ഏത് സാധനവും നമ്മുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എന്നും അതങ്ങ് കറി വെച്ചേനെ, തോരൻ വെച്ചേനെ. എന്ത് സാധനം, ഇപ്പോൾ ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എവിടെയെങ്കിലും പോകുന്നതായിക്കോട്ടെ, നമുക്കത് ലഭ്യം അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര വാല്യൂ ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ ആ സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കത്തില്ല. അതൊട്ട് സമയവും ഇല്ല കാര്യങ്ങൾ ചെയ്യാൻ. എക്സാമ്പിളാണ് എന്റെ പൊന്നാങ്കണ്ണി ചീര. ഇല്ലാത്ത സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇച്ചിരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മുട്ട പൊരിക്കുന്നത് ഇട്ടേനെ, അതാണ് ഇതാണെന്ന്. ഇപ്പൊ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എവിടെയാണ് തോരൻ വെക്കുന്നത്? വല്ലപ്പോഴും വെച്ചാലായി. അതാണ് അവസ്ഥ. പൊന്നാങ്കണ്ണി ചീരയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഇതുവരെയും തീർന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതേക്കുറിച്ച് സംശയമാണ്. എനിക്കും സംശയമുണ്ട്. കാരണം ഞാൻ ഫേസ്ബുക്കിൽ എൻ്റെ വീട്ടിലെ പൊന്നാങ്കണ്ണി ഇതാന്ന് പറഞ്ഞൊരു വീഡിയോ, ഒരു ഫോട്ടോ ഇട്ടപ്പോൾ അതിൽ 98% ഇതാണ് പൊന്നാങ്കണ്ണി എന്നാണ് പറഞ്ഞത്. എന്നാൽ 2% ഇതല്ല, വേറെയാണെന്ന് പറഞ്ഞു. അന്നേരം പലരും എനിക്ക് വീഡിയോ ഒന്ന് കാണിക്കാമോ, ഫോട്ടോ ക്ലിയർ ആവുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ പൊന്നാങ്കണ്ണി. ഇത് ഞാൻ വാങ്ങിയത് ഓൺലൈനാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന ഫിറോസ് ചുറ്റിപ്പാറ എന്ന് പറഞ്ഞ വ്യക്തി ഇത് കൃഷി ചെയ്തിട്ട് ഓൺലൈനായിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വെറും 2 തണ്ട് മേടിച്ച് അതിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ്. ഇഷ്ടംപോലുണ്ട്. ഇതാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഇതുപോലെ പൂവുകൾ കാണുന്നുണ്ടോ? വെയിലനുസരിച്ച് ഇലയുടെ കളറിൽ വ്യത്യാസം വരും. ചിലപ്പോൾ ഒരു വയലറ്റ് കളറായിരിക്കും, ചിലപ്പോൾ പച്ച കളറായിരിക്കും. ക്ലിയറായോ? എൻ്റെ കയ്യിൽ പൊന്നാങ്കണ്ണി എന്ന് പറയുന്ന ഇതാണ്. ഇതിൻ്റെ തളിരിലയാണ് എടുക്കുന്നത്. പെട്ടെന്ന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ മുറ്റിപ്പോവും. വേറെ 2 തൈയിൽ നിന്നും ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. ശരിക്കങ്ങ് പടർന്ന് പിടിക്കും. ഈ ഗ്രോ ബാഗ് വേറെ സ്ഥലത്തായിരുന്നു വെച്ചിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവച്ചപ്പോൾ ഇവിടെ എല്ലാം അങ്ങ് പടർന്ന് പിടിച്ചതാണ്. നമ്മൾ കറികൾക്കോ തോരനോ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന തണ്ടുണ്ടല്ലോ, മുറ്റിയത്, വെറുതെ അങ്ങോട്ടൊന്ന് കുത്തി വെച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഞാനിത്തിരി എടുക്കുമായിരുന്നേ കറി വെക്കാൻ, നമ്മുടെ ഡാല് കറി വെക്കുമ്പോൾ അതിനകത്ത് ഇടാനായിട്ട്. അപ്പോൾ നിങ്ങളിന്ന് കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് എൻ്റെ വീട്ടിലെ പൊന്നാങ്കണ്ണി. അപ്പോൾ ഞാൻ പറയുന്നു, ഇത് ഒറിജിനലാണോ അല്ലയോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പലരും പലതും പറയുന്നുണ്ട്. എല്ലാവരുടെയും കമൻറ്റുകളെ ഞാൻ മാനിക്കുന്നു. കാരണം ഇതാണ് 100% ശരിയെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പല നാട്ടിലും പലതാണെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ ചായ ഉണ്ടാക്കാനായിട്ട് എന്തുവാ വെറുതെ ഇരുന്ന് കരയുന്നേ? വരുന്നു കുണുങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ വന്ന് കണ്ടോണം, ഈ കാലിൻ്റെ കീഴിലങ്ങ് കിടക്കും.
ആ ആ അങ്ങനെ എന്തുവാടാ ചങ്കരു ചങ്ങര അങ്ങനൊരു കിടപ്പുണ്ട്, കുന്തിയും കുത്തിയൊരു കിടപ്പുണ്ട്. വേണ്ട, ഇനി അവിടെ നിന്ന് എണീക്കത്തില്ല. ശങ്കരു ശങ്കര എൻ്റെ ഇവിടെ മോനെ അവൻ്റെ തലയാണ്. ഞാൻ കാണിയും പടയുമല്ലായിരുന്നോടാ. ഞാൻ കാര്യം പറയുമല്ലായിരുന്നു. നീ ഇങ്ങനെ കാലിന്റെ കീഴിൽ വന്ന് കിടന്നാല് എന്തോ ചെയ്യുമെന്ന് പറ. എന്തോ ചെയ്യാനാന്ന് പറയുന്നത്. നിനക്ക് തലയണയാണോടാ എന്റെ കാര്യം? ആണോ? ശങ്കര പോവാനോ? നീ കാലിന്റെ കീഴിൽ വന്ന് ഇങ്ങനെ ഇരിക്കും. നീ പോ, എനിക്ക് ജോലിയുണ്ട്. ആരോ ബെല്ലടിക്കുന്നു, പോയിട്ട് വരട്ടെ. എടാ ഒരിടത്തങ്ങ് ഒതുങ്ങി കിടയടാ. നീ ഒരിടത്തങ്ങ് കിടക്ക്. അതെ, ഇടയ്ക്കെടുക്കാം. ചങ്കരി ചങ്കരി ചങ്കരു ചങ്കടു 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 ചങ്കടി ചങ്കടി ചങ്കടു ചങ്കടി ചങ്കടി ചങ്കടു. ആണ് എനിക്ക് വീഡിയോ എടുക്കട്ടെ, എനിക്ക് വീഡിയോ എടുക്കട്ടെ. പോ, നിന്നോട് കളിക്കാൻ എനിക്ക് സമയമില്ല. ഓ, അങ്ങോട്ട് മറിയുന്നു ഇങ്ങോട്ട് മറിയുന്നു. എന്താ ചെയ്യണമെന്ന് അവന് തന്നെ അറിയത്തില്ല. രാവിലെ ഞാൻ കഥ തുറക്കാൻ വെയിറ്റ് ചെയ്യും ചാടി ഇറങ്ങിയത്. എന്തുവാടാ നിനക്ക് ഏട്ടാ ശങ്കര? എന്തുവാടാ നിനക്ക്? അവൻ എന്താ ചെയ്യണമെന്ന് അവന് തന്നെ അറിയുന്നില്ല. ചെറുക്ക ആ പോടാ. ഇന്ന് രാവിലെ ചായ ഇടാനായിട്ട് പാലും വെള്ളവും ശങ്കരൻ അവിടെ ഇരുന്നു പാലും വെള്ളവും കൂടെ തിളയ്ക്കാറായി വന്ന സമയത്ത് എങ്ങനെയോ അത് സ്റ്റൗവിൽ നിന്ന് മറിഞ്ഞ് എൻ്റെ കൈ മൊത്തത്തിൽ വീണ് കേട്ടോ. മൊത്തമെന്ന് വെച്ചാൽ ഇവിടം തൊട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കൈ മൊത്തത്തിൽ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇത്രയും പൊള്ളിയിട്ടാണോ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ട് വേണ്ടേ ധാരാളം പേര് എൻ്റെ ഇന്ന് മേടിച്ചിട്ടുള്ള ഈ 2-3 വർഷത്തിനിടയ്ക്ക്. ഇപ്പോഴും അങ്ങനെ വെച്ചാൽ വായിക്കാൻ പറ്റുന്നില്ല അല്ലേ? തല തിരിച്ച് വെക്കണോ? കാണുന്നുണ്ടോ? വൂണ്ട് ഹീലിംഗ് ക്രീം. എങ്ങനെ വെച്ചാലാണ് വായിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഇതിനകത്ത് തലതിരിച്ചാണ് കാണുന്നത്. വീഡിയോ ചിലപ്പോൾ നേരെ കാണുമായിരിക്കാം. വൂണ്ട് ഹീലിംഗ് ക്രീം എന്നാണ് പേര്. എലമെൻസിൻ്റെ ഏകദേശം ഒരു 3 വർഷത്തോളമായി ഞാൻ വ്ളോഗിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് പലരും ഞാനിത് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പലരും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുമെങ്കിൽ അന്നേരം എന്താ വീഡിയോ എടുക്കാഞ്ഞ്? ആ കയ്യിൽ അന്നേരം തിളച്ച വെള്ളം വീണ ആ സമയമൊക്കെ എടുക്കാൻ പറ്റുമോ? ആകെ ഒരു വല്ലാത്തൊരു ഫീലിങ്സ് അല്ലേ തിളച്ച വെള്ളം കൈ വീഴുമ്പോൾ. പക്ഷേ എനിക്ക് പേടിയില്ലാത്ത എന്താണെന്ന് വെച്ചാൽ കൈ മൊത്തവും ഞാൻ 2 നേരമായിട്ട് കൈ മൊത്തത്തിൽ അതങ്ങ് അപ്ലൈ ചെയ്തു. മിനിറ്റുകൾക്കകം ആ പുകച്ചിലും വേദനയും ഒക്കെ അങ്ങ് നിൽക്കും. ഇപ്പം ചെറുതായിട്ടൊരു സെൻസേഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പലപ്പോഴായിട്ട് പൊള്ളുന്ന കേട്ടോ. ഈ അച്ചാറിടുമ്പോഴൊക്കെ പലപ്പോഴും പൊള്ളുന്നതാണ്. ആ പാത്രത്തെ ചെന്നിങ്ങനെ തട്ടും, ഉരുളിയിലേ തട്ടും, അങ്ങനെയൊക്കെയാണ്. ഈ കയ്യിലെ പാടുകൾ മൊത്തവും പൊള്ളലിൻ്റെയാണ്. അച്ചാർ ബിസിനസ് തുടങ്ങിയ പിന്നെ ഇപ്പോഴും ചെറുതായിട്ട് എനിക്കൊരു പുകച്ചിൽ പോലെ. നല്ലതായിട്ട് പുരട്ടിയതാണ് കേട്ടോ. അന്നേരം അങ്ങ് പുരട്ടുമ്പോഴുണ്ടല്ലോ നമുക്ക് പൊള്ളി കുടിരത്തില്ല. കൈ മൊത്തത്തിൽ ഞാനങ്ങ് പുരട്ടി. അല്ലെന്നുണ്ടെങ്കിൽ
ആ വേദന ഇപ്പോഴും മാറത്തില്ല, പുകച്ചിൽ ഇപ്പോഴും മാറത്തില്ല. നാളെ ആകുമ്പോഴത്തേക്ക്, ഇന്ന് രാത്രിയോ അല്ലെ നാളെയോ ഈ സമയമാകുമ്പോഴത്തേക്ക് അതങ്ങ് പൊള്ളി കുടുന്നിങ്ങി വരും. പക്ഷേ ഇത് യൂസ് ചെയ്തവർക്കറിയാം, ഒരിച്ചിരി പോലും പൊള്ളിക്കൂടില്ല. എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചവർ തന്നെ തിളച്ച എണ്ണ കൈ വീണിട്ട് എണ്ണ വീണെന്ന് പോലും അറിയില്ല ബെൻസി. അത്രയ്ക്ക് സൂപ്പർ സാധനമാണ്, അന്നേരം അങ്ങ് പുരട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം. നിങ്ങൾക്കിത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടില്ല, ഓൺലൈനിൽ കിട്ടും. മേടിക്കേണ്ടവർക്ക്, അതല്ല എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്നുള്ളവർക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാം. ഇപ്പോഴും ഒരു ചെറിയൊരു പുകച്ചിൽ പോലും ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വിരലും മൊത്തത്തിൽ കൈവെള്ള വരെ വീണായിരുന്നു, പുരട്ടിയതാണ്. ഈ കൈ വെച്ചാണ് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി. ഉച്ചക്കത്തേക്ക് അരി കഴുകി അടപ്പിട്ടേക്കുന്നു. ഇപ്പോൾ ഡാല് കറി വെക്കാനായിട്ട് ചീര കട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നില്ല വേറെ ഏത് മെഡിസിനാണെങ്കിലും ഇത്ര സഡൻ റിലീഫ് കിട്ടുമെന്ന് കേട്ടോ. പെട്ടെന്നുള്ള റിസൾട്ടാണ്. വേറെ എന്താണെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ എന്ത് ചെയ്യും, ഞാനതാ നോക്കുന്നത്. കണ്ടോ, കാലിൻ്റെ കീഴ് വന്ന് കിടപ്പുണ്ട്. ഞാൻ ചവിട്ടിയാൽ പോയി. ഇങ്ങനെ അനങ്ങാതെ കിടക്കണം, ഞാൻ ചവിട്ടത്തിലൂടെ പിന്നെ. അത് മനസ്സിലായി, അവരെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതാണ് നാടകം കാണിക്കുന്നത്. അതോടാ, അയ്യോ ഉറങ്ങിപ്പോയി കൊച്ച്. പാവം ശങ്കരോ, കുട്ടി ഉറങ്ങിപ്പോയോ? കുട്ടി ഉറങ്ങിപ്പോയോ? കുട്ടി ഉറങ്ങിപ്പോയോ? അഞ്ഞൂടാ. ഓഹോ ചെറുതായിട്ടൊരു പുകച്ചിൽ പോലും ഇപ്പോഴും ഉണ്ട് കേട്ടോ. കൈവെള്ളയൊക്കെ ഒരു പുകച്ചിലുണ്ട് ഇപ്പോഴും. പക്ഷേ എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ചൊരു 5 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നു, അത് കഴിഞ്ഞ് ഉടനെ അടുത്ത പണി ചെയ്യണമല്ലോ. അപ്പം നനഞ്ഞു, കൈ കഴുകി, ഇച്ചിരി നേരം കൂടി ഇരുന്നേ കൊള്ളായിരുന്നു. അതിൻ്റെ ആയിരിക്കും ഒരു പുകച്ചിൽ. ഇത് കണ്ടിന്യൂസ് ഇട്ടാൽ പൊള്ളലിൻ്റെ പാടുകളും മാറും. ഉണ്ട്, ഇതെല്ലാം എണ്ണ തെറിക്കുന്നതാണ്. ഇതൊക്കെ എണ്ണ തെറിക്കുന്നതാണ് കേട്ടോ. അച്ചാറിടുമ്പോൾ ഇത് തവിയൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എടുക്കാനായിട്ട് എടുക്കുമ്പോൾ ആ ഉരുളിയുടെ വക്കത്ത് പോയി തട്ടും. ശീന്നൊരു സൗണ്ട് കേൾക്കും. അതേതാ മാംസം കരിയുന്നേ. ഇതിപ്പോൾ എനിക്കിപ്പോൾ നിത്യത്തൊഴിൽ അഭ്യാസമാണല്ലോ, അതുകൊണ്ടായിരിക്കാം ആ വേദനയൊക്കെ വലിയൊരു വേദനയായിട്ട് തോന്നാത്തതോ പേടി തോന്നാത്തതോ. നിത്യമുണ്ട് എനിക്ക്, ഡെയിലിയാണ്. ഇതെൻ്റെ കൂടെ കാണും അടുക്കളയിൽ, സ്ഥിരമാണിത്. കുറേ നാളത്തെ കൊണ്ട് കേട്ടോ. നോർമലായിട്ട് യൂസ് ചെയ്യുന്നവർക്കിത് കുറേ നാളത്തെ കൊണ്ട്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ 2-3 വർഷത്തെ എക്സ്പയറിയാണ് ഇതിന്. ഇതിൻ്റെ റേറ്റ് 214 രൂപയാണ്. ഇപ്പോൾ GST വന്നേ പിന്നെ പുതിയ സ്റ്റോക്ക് ഇത്തിരി റേറ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്നത് അതിന് മുമ്പുള്ള സ്റ്റോക്കാണ് കേട്ടോ. 214 രൂപയുടെ 2-3 വർഷത്തെ എക്സ്പയറി ഉണ്ട് ഇതിന്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരുടെയും അടുക്കളയിൽ ഇതൊരെണ്ണം വേണം. പൊള്ളലിന് മാത്രമല്ല, മുറിവിന്, ചൊറിച്ചിലിന്, കുഴിനഖത്തിന്, ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും മുറിവോ ചൊറിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കരിയാൻ ഭയങ്കര പാടല്ലേ. അപ്പം നിസ്സാരമാണിത്, പക്ഷേ ഭയങ്കര അതിൻ്റെ വിലയ്ക്കനുസരിച്ചുള്ള വാല്യൂ അല്ല ഇതിന്, റിസൾട്ട് അല്ല ഇതിന്. അങ്ങനെ ഒരു സംഭവമാണ്. എലമെൻസിൻ്റെ എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. ഇത് അന്നത്തെ തന്നെ വീഡിയോ അല്ല കേട്ടോ, ഇത് പിറ്റേന്നത്തെയാണ്. അന്ന് പിന്നെ പൊന്നാങ്കണ്ണി ചീരയും ഡാലൂടെ കറി വെച്ച് ഓൾറെഡി ഞാൻ പല വ്ളോഗിലും കാണിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ അതിന്റെ വീഡിയോ എടുത്തില്ല. അതിനുശേഷം പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു. ഇത് പിന്നെ വിചാരിച്ചു കപ്പയും മീൻകറിയും ഓൾറെഡി ഉണ്ട്. കുറേ നാളായി കപ്പ വേവിച്ചിട്ടും. അങ്ങനെ അത് വേവിക്കാമെന്ന് വെച്ച് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് തന്നെ മേടിക്കുന്നതാണ് കേട്ടോ. ഒന്ന് തിളച്ചാ മതി, നല്ലതുപോലെ വേവും. എങ്കിലും ഞാൻ ആദ്യത്തെ വെള്ളം അത് തിളച്ച് കഴിയുമ്പോൾ ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് കളഞ്ഞിട്ടാണ്, കട്ട് വല്ലതും ഉണ്ടെങ്കിലേ, കട്ടെന്ന് പറയും, ഊറ്റാന്ന് പറയും, എന്താണ് നിങ്ങളുടെ നാട്ടിൽ പറയുന്നത് അത്. അപ്പോൾ അതുകൊണ്ട് അതിന് ശേഷം 2 ഊറ്റിയിട്ടാണ് ഞാനത് ഉടച്ചെടുക്കുന്നത്. എന്നാലും കാണിച്ചായിരുന്നല്ലോ ഫ്രിഡ്ജ് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഞാൻ മേടിച്ചത്. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ചില സമയത്ത് അതിൽ വെക്കാൻ സാധനങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാറുണ്ട്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ തേങ്ങ ചിരകിയതിന്റെ ബാക്കി വെക്കാൻ സാധാരണ ഞാനൊരു സ്റ്റീൽ പ്ലേറ്റിലൊക്കെ ഇട്ടാണ് വെക്കാറുള്ളത്. ഇതാവുമ്പോൾ ഫ്രിഡ്ജൊന്നും കേടാവത്തില്ല, പൊടിയൊന്നും വീഴത്തുമില്ല, നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാനും പറ്റും. അങ്ങനെ മേടിച്ചതാണ്. ഇപ്പൊ കപ്പയ്ക്ക് അരപ്പിനായിട്ട് തേങ്ങ
ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, കാന്താരി, വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇവിടെ ദിവസം കപ്പ വേവിക്കുവാണെങ്കിൽ തേങ്ങ അരയ്ക്കാറില്ല കേട്ടോ. ബാക്കിയെല്ലാം അരച്ചിട്ട് എനിക്ക് ഓരോ നാടിന്റെയും രീതി ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എന്റെ വീട്ടില് ഇങ്ങനെയാണ് കപ്പ വേവിക്കുന്നത്, തേങ്ങയൊക്കെ അരച്ചിട്ട്. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. പ്രത്യേകിച്ച് ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്നത് നമുക്ക് വായു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് കേട്ടോ. അപ്പൊ നിങ്ങള് എങ്ങനെയാ ചെയ്യുന്നതെന്നൊന്ന് കമന്റ് ഇടണേ, എനിക്കും മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കമന്റിന്റെ കാര്യം പറഞ്ഞു വന്നപ്പോ ഞാൻ പറഞ്ഞല്ലോ, ചില കമന്റുകൾ വായിക്കുമ്പോൾ ചിരി സഹിക്കാൻ പറ്റില്ല, ഞാൻ ഉറക്ക ചിരിക്കും. ഗീതച്ചി ഒരു കമന്റ് ഇട്ടായിരുന്നു, ആ മാവേലി വന്നു, വേണ്ട കാണേണ്ടവരൊക്കെ പെട്ടെന്ന് കണ്ടു, ഇനിയിപ്പൊ എന്നാ പൊങ്ങുന്നേന്ന് അറിയത്തില്ല. പിന്നെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഇത് ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നിങ്ങളുടെ ചെറിയ ഒരു കമന്റ് ആയിരിക്കാം എന്റെ മൈൻഡ് നല്ല രീതിയിലൊന്ന് ഫ്രഷ് ആവുന്നത് കേട്ടോ. അത് നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തോന്നും. പിന്നെ ഞാൻ ചിന്തിക്കും, ഞാൻ ഇത്രയും മണിക്കൂർ ഇരുന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു കമന്റും എനിക്ക് വിലപ്പെട്ടതാണ്. നിങ്ങൾ അത്രയും എനിക്ക് വാല്യൂ തരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ എനിക്കൊരു കമന്റ് ഇടുന്നത്. എല്ലാവരും തിരക്കുള്ളവരാണ്, ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും, നമ്മളെല്ലാവരും തിരക്കുള്ളവരാണ്. ആ തിരക്കിനിടയിലും എനിക്കൊരു കമന്റ് ഇടുന്നവരെ ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ, റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ കപ്പ നന്നായിട്ട് കുഴയുന്ന കപ്പ എന്ന് പറഞ്ഞാല് ജോസൻ കഴിക്കുന്ന വീഡിയോ ഉണ്ട്, ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കോണം. വായിലോട്ട് ഇടുന്നുണ്ടെ ബ്ലെന്നും പറഞ്ഞ് ചവയ്ക്കാൻ കിട്ടുന്നില്ല. അത് വീഡിയോയിൽ ജോസൻ പറയുന്നുണ്ട് കേട്ടോ, ഇതെന്താണ് ഈ ചവയ്ക്കാൻ കിട്ടുന്നില്ല, വായിലോട്ട് ഇടുന്നുണ്ടെ അങ്ങ് ഇറങ്ങി പോകുവാണല്ലോ എന്ന്. കപ്പയും ബീഫും അതുപോലെ തന്നെ കപ്പയും ചൂരക്കറി ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. കേരച്ചൂരയുടെ കറിയാണ്. അത് കഴിച്ചവർക്കറിയാം. നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം? എനിക്ക് പിന്നെ കപ്പയും പച്ചമോരുണ്ടല്ലോ, പച്ചമോരും ഇഷ്ടമാണ്, കപ്പയും തൈരും ഇഷ്ടമാണ്, കപ്പയും കാച്ചിയ മോരും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചാൽ കപ്പയും കേരച്ചൂര എന്ന് പറയും, അല്ലെങ്കിൽ കപ്പയും ബീഫും എന്ന് പറയും. അപ്പൊ ദിവസം കഴിച്ചിട്ട് ചവയ്ക്കാൻ കിട്ടുന്നില്ല, അതങ്ങ് ഇറങ്ങി പോകും, അതാണ് പറയുന്നത്. അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ചായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ എനിക്കറിയാം, നിങ്ങൾക്ക് കുറേയധികം വിശേഷങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ ഓർക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതേ. ചില വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എഴുതി വെക്കും എന്താണ് പറയാനുള്ളതെന്ന്. പക്ഷെ ചിലപ്പോൾ എഴുതി വെക്കാൻ ടൈമും കിട്ടാറില്ല. ഈ വ്ളോഗിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഇത് നമ്മുടെ നെല്ലിക്ക പെരട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം അതിൽ കാന്താരിയാണ് ഇട്ടിരിക്കുന്നത്, കഴിഞ്ഞ ബാച്ചും കാന്താരിയായിരുന്നു. നല്ല സ്പൈസിയാണിത്. പ്രത്യേകിച്ച് ഇച്ചിരി എരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ അച്ചാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതും ഒരിത്തിരി തൈരും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട, ചോറിന് അത്ര ടേസ്റ്റ് ആണ് കേട്ടോ. സാധാരണ നമ്മുടെ നെല്ലിക്കാപ്പരട്ട് നല്ല പെരണ്ടാണ് ഇരിക്കുന്നത്. ഇത് കാന്താരി ഇട്ടത് കൊണ്ട് തന്നെ മുളക് പൊടി ഞാൻ അധികം ഇട്ടിട്ടില്ല. എന്തുവാ എന്തുവാ ഇങ്ങനെ കിടക്കുന്നേ? എനിക്ക് കൂട്ടുകിടക്കുമെന്നോ നീ? ഇനിയിപ്പം ഞാൻ കഥ അടയ്ക്കണം, കയറി പോകണമെങ്കിൽ. അതുവരെ ആണ്ടെ. നിനക്ക് എന്നെ കാണുമ്പോൾ എന്തുവാടാ ഈ ഡാൻസ് കളി? എടാ ഇടച്ചെടുക്ക. എന്റെ കൂട്ടുകാർ ഇവരാണ് കേട്ടോ. ഇവരെന്ന് പറയാനൊക്കത്തില്ല, ഇവനാണ്. എത്ര നേരം വേണേലും ഞാൻ കാര്യം പറഞ്ഞിരിക്കും ഇവന്റെ അടുത്ത്. എന്നെ പോലെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഒന്ന് കമന്റ് ഇടണം കേട്ടോ. ഇവരെ ഇഷ്ടമുള്ളവരിങ്ങനെ, ഇവരെ സ്നേഹിക്കുന്നവര്, കാര്യം പറയുന്നവര് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ജോസാൻ ഒട്ടും ഇഷ്ടമല്ല, എന്നെ എപ്പോഴും വഴക്ക് പറയും, നല്ലതല്ല, ഇങ്ങനെ അടുപ്പിക്കരുത്, നമ്മുടെ അച്ചാറിടുന്ന വീടാണിത്. ഞാൻ പറഞ്ഞ എന്റെ ദിവസം അതകത്ത് കയറുന്നില്ല, ആ വർക്ക് ഏരിയ പോലും കയറുന്നില്ല, ഇവിടെ കിടക്കത്തേ ഉള്ളൂ. എപ്പോഴും ഇല്ല, ഞാൻ കതവ് തുറന്നാൽ മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഞാനിപ്പോ കതവ് അടച്ചിട്ട് പോകുവാണെന്ന് അന്നേരം തന്നെ ആ സ്ഥലം കാലിയാക്കും. പിന്നെ ഞാൻ കതവ് തുറക്കുമ്പോഴോ പാത്രം കഴുകുന്ന സൗണ്ട് കേൾക്കുമ്പോഴോ ആയിരിക്കും വരുന്നത്. അത്രയേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എനിക്കതൊരു ഇഷ്ടമാണ്, എനിക്കൊരു ടൈം പാസ് ആണ്. രാത്രിയാണേലും ഞാൻ അച്ചാറിടുമ്പോ അവൻ ഇങ്ങനെ മുറ്റത്ത് വന്നിരിക്കും. രണ്ടുപേരും കാണും. അവള് മാറിയിരിക്കത്തേ ഉള്ളൂ, ഞാൻ അവരടുത്ത് കാര്യവും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. എനിക്കും സമയം പോണ്ടേ. അപ്പൊ എന്നെ പോലെ ആരൊക്കെ ഉണ്ട്, നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അടുത്ത വിശേഷവുമായിട്ട് വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.